നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അങ്ങനെ രാജാവ് വീണ്ടും മുരുക്കുമരം എന്നാണ് പറയല്, മുരുക്കുമരത്തിന്റെ മേലെ കയറി മൃതദേഹം തോളിലിട്ടുകൊണ്ട് നടക്കാൻ തുടങ്ങി. ഉടനെ വേതാളം മറ്റൊരു കഥ പറയാൻ ആരംഭിച്ചു. താമ്രലിപ്പതി നഗരത്തിൽ പണ്ട് ചണ്ഡസിംഹൻ എന്ന പ്രസിദ്ധനായൊരു രാജാവ് ഭരിച്ചിരുന്നു കേട്ടോ. ഒരിക്കൽ ദക്ഷിണ ദിക്കിൽ നിന്നും സത്വശീലൻ എന്ന രാജപുത്രൻ ഗോപുര കവാടത്തിൽ വന്നു നിന്നു. രാജ്യസേവയ്ക്ക് വന്നതാണെന്ന് അയാൾ പറഞ്ഞെങ്കിലും ദരിദ്രനും വിങ്ങിപ്പറിഞ്ഞ വേഷം ധരിച്ചവനോ അയാളെ അകത്തേക്ക് വിടാൻ ഭരണ തയ്യാറായില്ല. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ വേഷം. എങ്കിലും അയാൾ ആ ഗോപുരത്തിൽ തന്നെ രാജസേവകൻ എന്ന മട്ടിൽ കഴിഞ്ഞുകൂടി. രാജവംശത്തിൽ ജനിച്ചിട്ടും താൻ ഇങ്ങനെ ദരിദ്രനായി പോയതിനും പ്രകാലം വിശപ്പും ദാഹവും സഹിച്ചിവിടെ കഴിഞ്ഞിട്ടും രാജാവ് തന്നെ ഒന്ന് നോക്ക പോലും ചെയ്യാത്തതിനും അയാൾക്ക് അതിയായ സങ്കടമുണ്ടായിരുന്നു. രാജകുമാരനാണ് ഇങ്ങനെ കഷ്ടം, ദാരിദ്ര്യം പിടിച്ചിട്ട്. ഒരിക്കൽ രാജാവ് പരിവാര സമേതം മൃഗയാ വിനോദത്തിന് പോയപ്പോൾ ആരും ക്ഷണിക്കാതെ തന്നെ സത്വശീലനും പിന്നാലെ പോയി. ഒരു വടി മാത്രമേ അയാളുടെ പക്കൽ ആയുധമായി ഉണ്ടായിരുന്നുള്ളൂ. കാട്ടിലെത്തി എല്ലാവരും വാളും കുന്തവും മറ്റും ഉപയോഗിച്ച് മൃഗങ്ങളെ വേട്ടയാടിയപ്പോൾ സത്വശീലൻ തന്റെ വടി കൊണ്ട് പലതിനെയും തല്ലിക്കൊന്നു. അതിനിടെ രാജാവ് ഒരു പന്നിയുടെ പിന്നാലെ ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് പോകുന്നത് കണ്ട് അയാളും പിന്നാലെ ഓടി. മറ്റു ഭടന്മാർക്കൊന്നും ഒപ്പം എത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ ഒരു കൊടുങ്കാട്ടിൽ ചെന്നുപെട്ട രാജാവ് തൻ്റെ ഒപ്പം ഒരേ ഒരാളെ ഉള്ളൂ എന്ന് കണ്ട് സത്വശീലനോട് ഇനി ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിച്ചു. വഴി കണ്ടുപിടിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ജലം തേടിപ്പോയി. അധികം അകലെയല്ലാതെ ഒരു അരുവി കണ്ടുപിടിച്ചു. അയാൾ രാജാവിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. രാജാവ് കുളിയും ജലപാനവും കഴിച്ചു വിശ്രമിച്ചു. സത്വശീലൻ അദ്ദേഹത്തിന്റെ കുതിരയെയും കുളിപ്പിച്ച് വെള്ളം കൊടുത്ത് പുല്ലുമേയാൻ വിട്ടിട്ട് തന്റെ കീറിയ വസ്ത്രത്തിന്റെ തുമ്പിൽ കെട്ടിയിരുന്ന നെല്ലിക്കെടുത്ത് കഴുകി രാജാവിന് സമർപ്പിച്ചു. രാജാവ് അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. അപ്പോൾ സത്വശീലൻ പറഞ്ഞു, മഹാരാജൻ, കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ ഈ നെല്ലിക്ക മാത്രം കഴിച്ചാണ് ജീവിച്ചത്. അത് കേട്ട് ഇത്രയും വിശ്വസ്തനായ ഒരു സേവകനെ താൻ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് രാജാവിന് കുറ്റബോധം ഉണ്ടായി. പിന്നീട് അവർ ശരിയായ വഴി കണ്ടുപിടിച്ച് മടങ്ങുകയും മറ്റു സേവകരുമായി കണ്ടുമുട്ടി എല്ലാവരും ഒന്നിച്ച് രാജധാനിയിൽ എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് ചണ്ഡശക്തി രാജാവ് സത്വശീലന് വളരെ ഉയർന്ന നിലയിലുള്ള ഉദ്യോഗം നൽകുകയും ധാരാളം ധനം നൽകി സഹായിക്കുകയും ചെയ്തു. അതോടെ രാജകുമാരൻ ഊർജ്ജസ്വലനായ ഒരു ക്ഷത്രിയകുമാരനായി മാറി. അങ്ങനെ ഇരിക്കെ ചണ്ഡശക്തി രാജാവും സിംഹള രാജകുമാരിയുമായുള്ള വിവാഹം ആലോചിക്കാൻ സത്വശീലനെ ചുമതലപ്പെടുത്തി അയച്ചു. ഏതാനും ബ്രാഹ്മണർക്കൊപ്പം സത്വശീലൻ ഒരു കപ്പലിൽ സിംഹള ദ്വീപിലേക്ക് യാത്ര തിരിച്ചു. ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ടപ്പോൾ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്വർണ്ണ നിർമ്മിതവും ആകാശം തൊടുന്നതുമായ ഒരു കൊടിമരം സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നു. പെട്ടെന്ന് മാനമാകെ ഇരുണ്ടു. ശക്തമായ മഴയും കൊടുങ്കാറ്റും ആരംഭിച്ചു. ആ കാറ്റിൽപ്പെട്ട അവരുടെ കപ്പൽ ആ കൊടിമരത്തിനടുത്തേക്ക് നീങ്ങിച്ചെന്നു. കപ്പലും കൊടിമരവും ഒന്നിച്ചു മുങ്ങാൻ തുടങ്ങുന്നത് കണ്ട് ക്ഷുഭിതമായ സമുദ്രത്തിന് സ്വയം ബലിയർപ്പിച്ചാൽ സമുദ്രം ശാന്തമായിരിക്കുമെന്ന പ്രത്യാശയോടെ സത്വശീലൻ കടലിലേക്ക് എടുത്തു ചാടി. പക്ഷെ എന്ത് സംഭവിച്ചു? കപ്പൽ മുങ്ങുകയും അതിലുണ്ടായിരുന്നവരെല്ലാം മരിക്കുകയും ചെയ്തു. ആ സ്വർണ്ണ കൊടിമരത്തിൽ പിടിച്ച് താഴോട്ട് ഇറങ്ങിച്ചെന്ന സത്വശീലൻ ഒരത്ഭുത നഗരത്തിലാണ് എത്തിയത്. സ്വർണ്ണരത്ന ഹർമ്മ്യങ്ങൾ നിറഞ്ഞ ആ നഗരമധ്യത്തിലെ ഒരു കാത്യായനി ക്ഷേത്രം അയാൾ കണ്ടു. അയാൾ ക്ഷേത്രത്തിൽ കടന്ന് ദേവിയെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ക്ഷേത്രത്തിന് പിന്നിൽ നിന്നൊരു കന്യക പ്രത്യക്ഷയായി. അനേകം തോഴിമാരോടൊപ്പം ശ്രീകോവിലിനെ സമീപിച്ച് അവളെ കണ്ട് അയാൾ മോഹിതനായിത്തീർന്നു. എല്ലാം മറന്ന് സത്വശീലൻ ആ കന്യകയുടെ പിന്നാലെ ശ്രീകോവിലേക്ക് കയറി. അല്പസമയം പൂജാദികൾ നടത്തിയിട്ട് കന്യക തിരിച്ചു പോന്നു. അപ്പൊ സത്വശീലനും പോയി. അവൾ ചെന്ന് കയറിയത് ആർഭാടപൂർവമായ ഒരു ദിവ്യ മന്ദിരത്തിലേക്കാണ്. അവിടെ അയാളെ കണ്ട കന്യക തോഴിമാരെ ഒന്ന് നോക്കി. അപ്പോഴവരിൽ ഒരുവൾ പറഞ്ഞു, അങ്ങ് ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. ഞങ്ങളുടെ സൽക്കാരം സ്വീകരിക്കുന്നതിനായി അടുത്തുള്ള പൊയ്കയിലിറങ്ങി കുളിച്ചു വരൂ എന്ന് പറഞ്ഞു. വരൂ, ഞങ്ങൾ പൊയ്ക കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരയാളെ കൂട്ടിക്കൊണ്ടുപോയി. പൊയ്ക കാട്ടിക്കൊടുത്തു. അതിലിറങ്ങി മുങ്ങിപ്പൊങ്ങിയപ്പോൾ താമ്രലിപ്തിയിൽ ചണ്ഡസേന മഹാരാജാവിന്റെ ഉദ്യാനത്തിലെ പൊയ്കയിൽ നിൽക്കുന്നതാണ് കണ്ടത്. അയാൾക്ക് അത്ഭുതവും സങ്കടവും നിരാശയും ഒക്കെ കൂടിക്കലർന്ന് ഒരുതരം വിഭ്രാന്തി പിടിപെട്ടു. മഹാരാജാവിന് പെണ്ണ് അന്വേഷിക്കാൻ പോയതാണ്. ഉദ്യാനത്തിലെ ഭ്രാന്തനെ പോലെ ഉഴലുന്ന സുശീലനെ കണ്ട് രാജസേനൻ ചണ്ഡസേന മഹാരാജാവിന് വിവരം അറിയിച്ചു.
അദ്ദേഹം ഇന്ന് സത്വശീലനോട് എന്താണ് ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അയാൾ എല്ലാ വിവരങ്ങളും വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അത് കേട്ട് സഹതാപാർത്ഥനായ രാജാവ് താൻ കൂടെ ഒപ്പം ചെന്ന് അയാളുടെ സ്വപ്ന സഖിയെ കണ്ടെത്താമെന്ന് വാക്ക് കൊടുത്തു. പിറ്റേന്ന് തന്നെ രാജാവും സത്വശീലനോട് യാത്ര പുറപ്പെട്ടു. കപ്പൽ മധ്യഭാഗത്ത് എത്തിയതും സ്വർണധ്വജം ഉയർന്നു വന്നു. അതിനടുത്തെത്തിയപ്പോൾ സത്വശീലനും പിന്നാലെ രാജാവും കടലിലേക്ക് ചാടി മുങ്ങുകയും ആ അത്ഭുത നഗരത്തിൽ എത്തുകയും ചെയ്തു. അവരിരുവരും ചേർന്ന് ദേവീക്ഷേത്രത്തിൽ പ്രവേശിച്ച് ആരാധന അർപ്പിച്ചു. ഉടനെ ആ ദേവകന്യകയും അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവൾ രാജാവിനെ പ്രത്യേകം ശ്രദ്ധിച്ച ശേഷം അകത്തേക്ക് പോകുകയും പിന്നീട് തന്റെ മന്ദിരത്തിലേക്ക് പോയ ശേഷം തോഴി മുഖേന രാജാവിനെ ക്ഷണിക്കുകയും ചെയ്തു. ഇത്രയും കൊണ്ട് തൃപ്തനായെന്നും കൂടുതൽ സൽക്കാരം വേണമെന്നില്ലെന്നും മറുപടി നൽകി രാജാവ് തോഴിയെ തിരികെ അയച്ചു. തന്നെ പോലെ സുന്ദരി ക്ഷണം പോലും നിരാകരിക്കണമെങ്കിൽ അദ്ദേഹം ഒരു അസാമാന്യ പുരുഷൻ തന്നെയാകുമെന്ന് ആർക്ക് തോന്നി? ഈ ദേവകന്യകക്ക് തോന്നി. അവൾ രാജാവ് വിശ്രമിച്ചിരുന്ന ഉദ്യാനത്തിലേക്ക് സ്വയം ആഗതയായി വീണ്ടും നേരിട്ട് ആതിഥ്യം സ്വീകരിക്കാൻ ക്ഷണിച്ചു. അപ്പോൾ രാജാവ് സത്വശീലനിട്ടുണ്ട്. ഇയാൾ പറഞ്ഞതനുസരിച്ച് ഇവിടുത്തെ ദേവീക്ഷേത്രം ഒന്ന് ദർശിക്കാൻ മാത്രം വന്നതാണ് ഞാൻ. ദേവിയെ കണ്ടു തൊഴുതു. ഇപ്പോൾ ദേവിയെ പോലെ സുന്ദരിയായ ഭഗവതിയെയും ദർശിച്ചു. ഇതിലേറെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു രാജാവ്. അവൾ വീണ്ടും നിർബന്ധപൂർവ്വം അപേക്ഷിച്ചപ്പോൾ രാജാവ് സത്വശീലനോടൊപ്പം അവളെ പിന്തുടർന്നു ചെന്നു. ആ അത്ഭുത മന്ദിരത്തിൽ അവരെ സ്വീകരിച്ചിരുത്തിയ ശേഷം അവൾ പറഞ്ഞു, പ്രഭു, ഞാൻ അസുര രാജാവായ കാലനേമിയുടെ പുത്രിയാണ് കേട്ടോ. പൈതൃകമായി കിട്ടിയ ഈ അത്ഭുത നഗരം എന്റെ അധീനതയിലാണ്. ഇവിടെ വസിക്കുന്നവർക്ക് ജരാനരകൾ ബാധിക്കുകയില്ല. ഞാൻ അങ്ങേ എന്റെ പിതാവിന് തുല്യം ബഹുമാനിക്കുന്നു. ഈ നിമിഷം മുതൽ ഞാനും എന്റെ ഈ അത്ഭുത നഗരിയും അങ്ങയുടേതായിരിക്കും. ഇത് കേട്ട് സന്തുഷ്ടനായ രാജാവിന് അച്ഛന് വളരെ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം വന്ന്, പ്രിയപുത്രി, നിന്നെ നാം മകളായി സ്വീകരിച്ചിരിക്കുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തും ക്ഷത്രിയ വീരനുമായ സത്വശീലന് നിന്നെ നാം വിവാഹം കഴിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് സമ്മതമല്ലേ എന്ന് ചോദിച്ചു. മകളായാലും സമ്മതം ചോദിക്കണല്ലോ. അതേ എന്നവർ സമ്മതിച്ചതനുസരിച്ച് അദ്ദേഹം അപ്പോൾ തന്നെ അവരുടെ വിവാഹം നടത്തി കൊടുത്തു. അതിനുശേഷം അവരെ അനുഗ്രഹിച്ച് ആ പൊയ്കയിൽ ഇറങ്ങി മുങ്ങിയതും സ്വന്തം രാജ്യത്ത് അദ്ദേഹം തിരിച്ചെത്തുകയും ചെയ്തു. വേതാളം കഥ ഇങ്ങനെ നിർത്തിയിട്ട് സമുദ്രത്തിൽ ചാടിയവരിൽ ആരാണ് കൂടുതൽ ധീരൻ എന്ന് ചോദിച്ചു. സത്വശീലനിൽ നിന്ന് രാജാവ് മറുപടി പറഞ്ഞുടനെ വേതാളം പഴയപടി മരക്കൊമ്പിലെത്തി. പറയുന്ന ഉത്തരം ശരിയാകുമ്പോൾ ഈ വേതാളം പിന്നെയും പോകുന്നത്. പിന്നീട് പറയാൻ തുടങ്ങിയത് 3 സഹോദരന്മാരുടെ കഥയാണ്. ഒട്ടും മടിക്കാതെ ത്രിവിക്രമസേന രാജാവ് പിന്നെയും പോയി വേതാളം ആവേശിച്ച ശവവും തോളിട്ട് യാത്ര തുടർന്നു. അപ്പോൾ വേതാളം അടുത്ത കഥ പറയാൻ തുടങ്ങി. പണ്ട് അംഗദേശത്ത് വൃക്ഷഘടം എന്ന പേരിൽ ഒരു അഗ്രഹാരമുണ്ടായിരുന്നു. അവിടെ മഹാധനികനും യജ്ഞകർമാവുമായ വിഷ്ണുസ്വാമി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്തവൻ ഭക്ഷണത്തിന്റെ രുചി അറിയുന്നതിലും, രണ്ടാമൻ സ്ത്രീകളെ അറിയുന്നതിലും, മൂന്നാമൻ ഉറക്ക സുഖം അറിയുന്നതിലും പ്രാഗൽഭ്യമുള്ളവരായിരുന്നു. ഒരിക്കൽ അവിടുത്തെ രാജാവ് വരെ ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനായി. ഒരു ദിവസം അവരെ രാജാവിനൊപ്പം വരുത്തി ഭക്ഷണം നൽകി. വിശിഷ്ട ഭോജ്യ വസ്തുക്കൾ അനവധി ഉണ്ടായിട്ട് മൂത്തവൻ ഭക്ഷണം കഴിക്കുന്നില്ല. മൂക്ക ഇങ്ങനെ പോട്ടിയിലിരിക്കണം. മൂത്തയാള് എന്താണ് കഴിക്കാത്തതെന്ന് രാജാവ് ചോദിച്ചപ്പോൾ ചോറിന് ശവം കരിഞ്ഞ പുകയുടെ കഥമുണ്ടെന്ന് അവൻ പറഞ്ഞു. രാജാവ് ഉടൻ അന്വേഷണം നടത്തിയപ്പോൾ ആ നെല്ലൊരു ശ്മശാനത്തിന്റെ അരികിലുള്ള നിലത്താണ് വിളഞ്ഞതെന്ന് മനസ്സിലായി. എന്റെ അപ്പോ കേട്ടോളൂ. ഇത്ര കൃത്യമായി രുചി അറിയാനുള്ള അയാളുടെ കഴിവിന് രാജാവ് അഭിനന്ദിച്ചു. അന്ന് രാത്രി അവർക്ക് 3 പേർക്കും ഉറങ്ങാനായി പ്രത്യേകം മറകൾ ഒരുക്കിയിട്ട് രണ്ടാമന്റെ അറയിലേക്ക് അതിസുന്ദരി ഒരു സ്ത്രീയെ അയച്ചു. അവൾ നിരവധി സുഗന്ധലേപനങ്ങൾ അണിഞ്ഞെടുത്ത് ചെന്നപ്പോൾ അയാൾ ആറ്റമുഷ്ക്ക് സഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുറുക്ക് പുറത്തേക്ക് ഇറങ്ങി. ഇതറിഞ്ഞ് രാജാവ് കാരണം അന്വേഷിച്ചപ്പോൾ അവൾ ബാല്യകാലത്ത് ആട്ടിൻപാൽ കുടിച്ചു വളർന്നവളാണെന്ന് മനസ്സിലായി. രണ്ടാമന്റെ കഴിവിൻ രാജാവിന് ബോധ്യമായി. മൂന്നാമനെ പരീക്ഷിക്കാൻ അവളുടെ മുറിയിൽ ഒരുക്കിയിരുന്നത് അതിമൃദുലമായ ഒരു കിടക്കയായിരുന്നു. പക്ഷെ ഉറക്കം ശരിയായില്ലെന്നും കിടക്കയിൽ എന്തോ പരുക്കൻ വസ്തു ഉണ്ടായിരുന്നെന്നും അയാൾ പരാതിപ്പെട്ടു. രാജാവ് സേവകരെ കൊണ്ട് പരിശോധിച്ചപ്പോൾ കിടക്കയിൽ ചെറിയ രോമം കിടക്കുന്നത് കണ്ടു. അപ്പോൾ അയാളെയും രാജാവ് അഭിനന്ദിച്ചു. മുടിയിലൊരു കിടക്കയിൽ ഒരു ചെറിയ രോമം ഉണ്ടായിട്ട് അയാൾക്ക് പരുക്കനായി പോയത്.
ഹേ രാജൻ, ഈ മൂവരിൽ ഏറ്റവും വിദഗ്ധൻ ആരാണ്? കഥ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു. ശയ്യാ കുശലനാണ് സമർത്ഥൻ എന്ന രാജാവ് മറുപടി പറഞ്ഞതും വേതാളം പിടിവിട്ടു പോയില്ലേ. ഒരു പഴയപടി മരക്കൊമ്പിൽ തൂങ്ങി കിടക്കാനും തുടങ്ങി. രാജാവ് പിന്നെയും ചെന്ന് ശവം എടുത്തുകൊണ്ട് വരുമ്പോൾ വേതാളം മറ്റൊരു കഥ പറയാൻ തുടങ്ങി. രാജാവ് ഈ ശവത്തിന് തോളിലിട്ട് നടക്കും, വേതാളം കഥ പറയും. കൃതയുഗാരംഭത്തിൽ അവന്തി രാജ്യത്ത് ദേവനിർമ്മിതമായ ഒരു നഗരം ഉണ്ടായിരുന്നു. അന്ന് പത്മാവതി, ഭോഗവതി, ഹിരണ്യവതി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ആ നഗരമാണ് കലിയുഗത്തിൽ ഉജ്ജയിനി എന്ന പേരിൽ അറിയപ്പെട്ടത്. ഒരിക്കൽ വീരദേവൻ എന്ന പ്രസിദ്ധനായ രാജാവ് ഉജ്ജയിനി ഭരിച്ചിരുന്നു. പത്മാവതി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ റാണിയുടെ നാമം. സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക്. അതിനാൽ അവർ പരമശിവനെ തപസ് ചെയ്തു. അതിന്റെ ഫലമായി ശൂരദേവൻ എന്നൊരു പുത്രനും അനങ്കരതി എന്നൊരു പുത്രിയും ഉണ്ടായി അവർക്ക്. വിവാഹപ്രായമെത്തിയ അനങ്കരതിക്ക് അനുരൂപനായ വരനെ കണ്ടെത്താൻ അയൽരാജ്യങ്ങളിലെ രാജകുമാരന്മാരുടെ ഛായാചിത്രങ്ങൾ വരുത്തി പരിശോധിച്ചു. ഒന്നും അങ്ങോട്ട് പിടിക്കണില്ല അനങ്കരതിക്ക്. അതുകൊണ്ട് അവൾക്കായൊരു സ്വയംവര മഹാമഹം നടത്താൻ രാജാവ് തീരുമാനിച്ചു. അപ്പോൾ രാജകുമാരി തനിക്കൊരാളിലും താല്പര്യമില്ലെന്നും ഏതെങ്കിലും വിഷയത്തിൽ നല്ല ജ്ഞാനമുള്ള ഒരാളെ പിതാവ് തന്നെ തിരഞ്ഞെടുത്താൽ മതിയെന്നും പറഞ്ഞു. ഈ സ്വയംവരം ഒന്നും വേണ്ട, ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും ഒരു വിദഗ്ധനായിരിക്കണം എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ദക്ഷിണാവതത്തിൽ നിന്ന് 4 വിജ്ഞാനികൾ ഒരുമിച്ച് രാജാവിനെ വന്ന് കണ്ടു. അവനിൽ പഞ്ചവട്ടികൻ എന്ന ശൂദ്രൻ താൻ പ്രതിദിനം 5 ജോഡി വിശിഷ്ട വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുമെന്നും അതിൽ ഒന്ന് ദേവന് വഴിപാടായി നൽകുമെന്നും ഒന്ന് ബ്രാഹ്മണന് കൊടുക്കുമെന്നും ഒന്ന് താൻ തന്നെ ഉപയോഗിക്കുമെന്നും ഒന്ന് ഭാവി വധുവിനായി മാറ്റിവെക്കുകയാണെന്നും പറഞ്ഞു. രണ്ടാമനൊരു വൈശ്യനാണ് താനെന്നും പക്ഷിമൃഗാദികളുടെ ഭാഷ തനിക്കറിയാമെന്നും പറഞ്ഞു. മൂന്നാമൻ ഖഡ്ഗധരൻ എന്നൊരു ക്ഷത്രിയനായിരുന്നു. വാൾപ്പയറ്റിൽ അതികേമനാണ് താനെന്ന് അയാളും അവകാശപ്പെട്ടു. മൃതസഞ്ജീവനി മന്ത്രം വശത്താക്കിയ ജീവദത്തൻ എന്ന ബ്രാഹ്മണനായിരുന്നു നാലാമൻ. അവർ 4 പേര് 4 തരത്തിൽ വിദഗ്ധരാണല്ലോ. ഇവയിൽ ആർക്കാണ് തന്റെ മകള് നൽകുക എന്ന് ആലോചിച്ച് രാജാവ് ശ്രമിച്ചു. കഥ ഇങ്ങനെ നിർത്തിയിട്ട് വേതാളം ചോദിച്ചു. ഹേ രാജൻ, ആ 4 ജ്ഞാനികളിൽ ആരാണ് രാജകുമാരിക്ക് ചേർന്നവൻ? അതിന് മറുപടി വിക്രമസേനൻ പറഞ്ഞു. ഉടുപ്പ് നെയ്യുന്ന ശൂദ്രനും പക്ഷിമൃഗാദികളുടെ ഭാഷ പഠിച്ചവനും ജീവൻ ദാനം ചെയ്യുന്ന ബ്രാഹ്മണനും ആ കന്യകക്ക് ചേർന്നതല്ല. ക്ഷത്രിയനായ ഖഡ്ഗവിദഗ്ധനാണ് ഒരു ക്ഷത്രിയ കന്യകക്ക് അനുയോജ്യൻ. കഥ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇയാള് കയ്യിൽ നിന്ന് വഴുതി പോയി മരത്തിന്റെ മേലെ തൂങ്ങി. രാജാവിങ്ങനെ പറഞ്ഞു നിർത്തതും വേതാളം പിടിവിട്ടുപോയി വീണ്ടും മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്നു. ഇത്രയൊക്കെയായിട്ടും ഒരു തളർച്ചയോ നിരാശയോ ബാധിക്കാത്ത മഹാരാജാവ് പിന്നെയും ആ വൃക്ഷത്തെ സമീപിച്ച് ശവം താഴെ ഇറക്കി തോളിൽ ഇട്ട് നടക്കാൻ തുടങ്ങി. അതിനുള്ളിൽ ഇരുന്നുകൊണ്ട് വേതാളം പിന്നെയും രാജാവിനെ രസിപ്പിക്കാനും ബുദ്ധി പരീക്ഷിക്കാനുമായി മറ്റൊരു കഥ പറയാൻ തുടങ്ങി. അനങ്കപുരം എന്ന നഗരത്തിൽ പണ്ട് വീരബാഹു എന്നൊരു രാജശ്രേഷ്ഠൻ വാണിരുന്നു. വീരബാഹു എന്ന പേര് കേട്ടോ. ആ നഗരത്തിൽ അർത്ഥദത്തൻ എന്ന പേരായി ധനികനായ ഒരു വ്യവസായി ഉണ്ടായിരുന്നു. അയാൾക്ക് ധനദത്തൻ എന്നൊരു പുത്രനും മദനസേന എന്നൊരു സുരസുന്ദരിയായ പുത്രിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം മദനസേന പൂന്തോട്ടത്തിൽ സഖിമാരോടൊപ്പം അങ്ങനെ ഉല്ലസിക്കുകയായിരുന്നു. ആ സമയത്ത് ധനദത്തന്റെ സുഹൃത്തായ ധർമ്മദത്തൻ എന്ന യുവാവ് അവിടെ വരികയും അവളെ കാണുകയും ചെയ്തു. അയാളുടെ ഹൃദയത്തിൽ അവൾ സ്ഥാനം പിടിച്ചു. മദനസേന അവിടെ നിന്നും പോയതോടെ ധർമ്മദത്തൻ വല്ലാതെ അസ്വസ്ഥനായി. പിറ്റേന്ന് അയാൾ ചെന്നപ്പോൾ മദനസേന തനിയെ ഉദ്യാനത്തിൽ ഉല്ലാത്തുന്നത് കണ്ട് അവളോട് പ്രേമാഭ്യർത്ഥന നടത്തി. അപ്പോഴവൾ തന്റെ വിവാഹം സമുദ്രദത്തൻ എന്ന യുവാവുമായി അച്ഛൻ നിശ്ചയിച്ചുറപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോഴയാൾ അവളെ കിട്ടിയില്ലെങ്കിൽ ജീവൻ ത്യജിച്ചു കളയുമെന്നൊക്കെ നിസ്സംശയം പറയുന്നത് കേട്ട് തന്റെ വിവാഹരാത്രി തന്നെ ഭർത്താവുമായി സംഗമിക്കും മുമ്പ് ധർമ്മദത്തനോട് ചേർന്നുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തു. അധികം വൈകാതെ മദനസേനയുടെ വിവാഹം ആർഭാടപൂർവ്വം നടന്നു. ആദ്യ രാത്രിയിൽ ഭർത്താവിന്റെ ആലിംഗനാദികളിൽ ഒന്നും വഴിപ്പെടാതെ മാറിയിരുന്നവൾ കണ്ണീരൊടുക്കാൻ തുടങ്ങി. അപ്പൊ ദുഃഖകാരണം ചോദിച്ചു അദ്ദേഹം. അരി ഭർത്താവ് വിവാഹത്തിന് മുമ്പ് ഒരു ദിവസം ധർമ്മദത്തൻ എന്ന യുവാവ് പ്രേമാഭ്യർത്ഥന നടത്തിയെന്നും താനത് നിഷേധിച്ചപ്പോൾ തന്നെ
ബലാത്സംഗം ചെയ്യാൻ അയാൾ ഒരുങ്ങിയെന്നും തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി വാഗ്ദാനം ചെയ്തു പോയി എന്നും അവൾ പറഞ്ഞു. അതിപ്പോൾ പാലിച്ചില്ലെങ്കിൽ തന്റെ വാക്കുകൾ അസത്യമായി ഭവിക്കുമല്ലോ എന്നും അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കുറേ നേരം ആലോചിച്ചിരുന്നിട്ട് സമുദ്രദത്തൻ അവളോട് ധർമ്മദത്തന്റെ അടുത്തേക്ക് പോയിക്കൊള്ളാൻ സമ്മതിച്ചു. അവൾ ധർമ്മദത്തന്റെ അടുത്തേക്ക് പോകും വഴി ഒരു കള്ളൻ അവളെ പിടികൂടി. തന്റെ ആഭരണങ്ങൾ മുഴുവൻ അവന് കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവളുടെ സൗന്ദര്യത്തിൽ മുഗ്ധനായി പോയ കള്ളൻ അവളെ പ്രാപിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവൾ തന്റെ യഥാർത്ഥ വിവരങ്ങളെല്ലാം അവനെ ധരിപ്പിച്ചു. താൻ ധർമ്മദത്തനെ കണ്ടിട്ട് ഉടനെ മടങ്ങി വരാമെന്നും അതുവരെ ഇവിടെ കാത്തു നിന്നു കൊള്ളാനും പറഞ്ഞ് അവൾ വീണ്ടും യാത്ര തുടർന്നു. ധർമ്മദത്തന്റെ അടുത്ത് ചെന്ന് താനിതാ വാക്ക് പാലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മദൻസേനയുടെ നിഷ്കളങ്കതയും സത്യസന്ധതയും ബോധ്യപ്പെട്ട അയാൾ ഒരു സഹോദരൻ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവളെ അനുഗ്രഹിച്ച് ഭർത്താവിന്റെ അടുത്തേക്ക് തിരികെ അയച്ചു. മടങ്ങി വരുമ്പോഴേ കാത്തുനിരുന്ന കള്ളനോടുണ്ടായ സത്യം അവൾ പറഞ്ഞപ്പോൾ അവനും അവളോട് ആദരവ് തോന്നി വിട്ടയച്ചു. എന്ന് മാത്രമല്ല അവളുടെ വീട് വരെ സഹായിയായി ഒപ്പം ചെല്ലുകയും ചെയ്തു. ആരേ കള്ളൻ. മടങ്ങിയെത്തിയ മദനസേന ഭർത്താവിനോട് വഴിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ധർമ്മദത്തന്റെ അന്തസ്സായ പെരുമാറ്റവും കള്ളന്റെ സഹായവും ഒക്കെ വിസ്തരിച്ചപ്പോൾ അവളുടെ സത്യസന്ധതയിലും ചാരിത്രശുദ്ധിയിലും ബോധ്യം വന്ന ഭർത്താവ് ഇരട്ടി സ്നേഹത്തോടെ അവളെ ആശ്ലേഷിച്ചു. ഇത്രയും പറഞ്ഞ ശേഷം വേതാളൻ ചോദിച്ചു, ഹേ രാജൻ, ഈ കഥയിലെ ഭർത്താവ് ചോരൻ കാമുകനായ ധർമ്മദത്തൻ എന്നീ 3 പേർ കാണിച്ചതിൽ ഏറ്റവും മുന്തിയ ത്യാഗബുദ്ധി ആരുടേതാണെന്നാണ് അങ്ങയുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഇതിന് മറുപടി വിക്രമാദിത്യൻ പറഞ്ഞു, സംശയമില്ല, ആ കള്ളന്റെ ത്യാഗബുദ്ധി തന്നെയാണ് സ്തുത്യർഹം. രാജാവ് ഇങ്ങനെ പറഞ്ഞതും വേതാളൻ ശവത്തോടുകൂടി വീണ്ടും പൂർവ്വസ്ഥാനത്തെ പ്രാപിച്ചു. ഇനി 3 രാജ്ഞിമാരുടെ കഥയാണ് പറയേണ്ടത്. അത് നമുക്ക് നാളെ പറയാം. ഇന്നത്തെ ഭാഗം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.